നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ നേരിടുന്ന ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ജോലിക്ക് പോയതിനും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചതിനും ശിക്ഷയായി താലിബാൻ ഭരണകൂടത്തിന്റെ ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര മാധ്യമമായ അഫ്ഗാനിസ്ഥാൻ ഇന്റർനാഷണൽ ആണ് പുറത്തുവിട്ടത്. സ്ത്രീകളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കപ്പെടുന്ന അഫ്ഗാനിൽ താലിബാനെതിരെ പ്രതികരിക്കുന്നവരെയും അവരുടെ നിയമങ്ങൾ ലംഘിക്കുന്നവരെയും അടിച്ചമർത്താനുള്ള ആയുധമായാണ് ഭരണകൂടം ബലാത്സംഗത്തെ ഉപയോഗിക്കുന്നത്. 2001 സെപ്റ്റംബറിൽ താലിബാൻ കാബൂൾ പിടിച്ചടക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മോഡലായ 22-കാരിക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. അർദ്ധരാത്രിയിൽ ആയുധധാരികളായ താലിബാൻ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറുകയും തന്നെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് യുവതി വെളിപ്പെടുത്തുന്നു. ഈ ക്രൂരത മുഴുവൻ അവർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളായി പകർത്തി. ടിക്ടോക്കിൽ സജീവമായിരുന്ന ഇവരുടെ മോഡലിംഗ് പ്രവർത്തനങ്ങളാണ് താലിബാനെ ചൊടിപ്പിച്ചത്. ക്രൂരമായ ഈ അതിക്രമത്തിന്റെ ആഘാതത്തിൽ 7-ാം മാസത്തിൽ പ്രസവിക്കേണ്ടി വന്ന യുവതിയെ ഭർത്താവും ഉപേക്ഷിച്ചു. പിന്നീട് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത ഇവരെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി താലിബാൻ ഇപ്പോൾ വീണ്ടും വേട്ടയാടുകയാണ്. മറ്റൊരിരയായി 22-കാരി മസാർ-ഇ ഷെരീഫിൽ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ പരസ്യ വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മുഖംമൂടി ധരിച്ച താലിബാൻ സൈനികർ സുലൈഖയെ തോക്കിൻമുനയിൽ തട്ടിക്കൊണ്ടുപോയി 4 ദിവസത്തോളം തടങ്കലിൽ പാർപ്പിച്ചു. ബോധരഹിതയാക്കാൻ മരുന്നുകൾ നൽകി നിരന്തരം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും കേബിളുകൾ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. താലിബാന്റെ നിർബന്ധിത ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് അവളുടെ മുടി കത്തികൊണ്ട് മുറിച്ചു മാറ്റുകയും ചെയ്തു. ഈ ക്രൂരതയും ദൃശ്യങ്ങളിൽ പകർത്തി ബ്ലാക്ക്മെയിലിംഗിനായി താലിബാൻ ഉപയോഗിച്ചു. ക്രൂരമായ പീഡനത്തെ തുടർന്ന് കടുത്ത വിഷാദരോഗത്തിലായ യുവതി ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു. ഒരു മുൻ ജേർണലിസം വിദ്യാർത്ഥിയുടെ അനുഭവം ഇതിലും ഭീകരമാണ്. താലിബാന്റെ സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് 24-കാരിയെ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കല്ലെറിഞ്ഞു കൊല്ലാൻ താലിബാൻ കോടതി ഉത്തരവിട്ടു. മരണ വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷവും തടവറയിൽ വെച്ച് അവർ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു. മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം മൃഗീയമായി കൂട്ടബലാത്സംഗം ചെയ്തു. ഒടുവിൽ ജർമ്മനിയിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞ ഇവർ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ച് തനിക്കേറ്റ നീതികേടിനെതിരെ നിയമ പോരാട്ടത്തിലാണ്. താലിബാൻ ഭരണകൂടത്തിന് യാതൊരുവിധ നിയമങ്ങളോ തത്വങ്ങളോ ഇല്ലെന്ന് അഫ്ഗാനിസ്ഥാന്റെ മുൻ നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി മേധാവി അഹമ്മദ് സിയ സറാജ് വ്യക്തമാക്കുന്നു. മുൻപ് ജനാധിപത്യ സർക്കാരിന്റെ കാലത്ത് തടവുകാരെ പീഡിപ്പിക്കാതിരിക്കാൻ സ്ഥാപിച്ച ഈ ക്യാമറകൾ ഇന്ന് ഇരകളായ സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ദൃശ്യങ്ങൾ പകർത്താനാണ് താലിബാൻ ഉപയോഗിക്കുന്നത്. പുറംലോകം അറിയാത്ത നൂറുകണക്കിന് സമാനമായ ക്രൂരതകൾ അഫ്ഗാനിലെ തടവറകളിൽ നടക്കുന്നുണ്ടെന്നും പറയുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെല്ലാം പൂർണ്ണമായും തകർത്ത താലിബാൻ പൊതുമധ്യത്തിലെ വധശിക്ഷകൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന മിഡ്വൈഫായ സർമിന പരിയാണിയുടെയും സഹോദരിമാരുടെയും കഥയും താലിബാന്റെ പൈശാചികത വെളിപ്പെടുത്തുന്നതാണ്. ഇവരുടെ വീട്ടിൽ താലിബാൻ ഇന്റലിജൻസ് റെയ്ഡ് നടത്തുമ്പോൾ സഹോദരിയായ തമന തത്സമയം വീഡിയോ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് അയച്ചു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സർമിന ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടിയെങ്കിലും പരിക്കുകളോടെ താലിബാൻ ഇവരെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ജയിലിൽ വെച്ച് സഹോദരിമാരെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സർമിനയുടെ വസ്ത്രങ്ങൾ നിർബന്ധിതമായി അഴിപ്പിക്കുകയും ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമത്തിന്റെ തോത് 40% വർദ്ധിച്ചതായാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.